ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ ഈ സ്ഫോടക വസ്തുക്കളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങളാണിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇത് പുതിയ തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ്, അപൂർവങ്ങളായിട്ടുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ലഭ്യമാകുന്നത്, അല്ലേ? ഇല്ല, ഇത് ഇന്ത്യയിലെ സെക്യൂരിറ്റി ഏജൻസികൾ മുഴുവൻ കുഴക്കിയ ഒരു ചോദ്യമായിരുന്നു. കാറിൽ വളരെ കുറഞ്ഞ സ്പീഡിൽ ഈ സ്ഫോടക വസ്തുക്കളുമായി പോകുമ്പോഴത്തേക്ക് ചാവേറാകാൻ ആഗ്രഹിക്കാത്ത ഒരാൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഈ വാഹനത്തിനകത്ത് സ്ഫോടനം ഉണ്ടായത് എന്നുള്ള ഒരു ചോദ്യം തുടക്കത്തിൽ ഇന്ത്യയിലെ സെക്യൂരിറ്റി ഏജൻസികളെ നല്ലവണ്ണം കുഴക്കിയായിരുന്നു. കാര്യം സാധാരണഗതിയിൽ നമ്മൾ ഉള്ള കൺവെൻഷണൽ ആയിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കണമെങ്കിൽ അതിനൊരു ഡിറ്റോനേറ്റർ ആവശ്യമാണ്, അതായത് ഒരു ഇനിഷ്യൽ സ്പാർക്കിംഗ് ആവശ്യമാണ്. ഇവിടെ അത് നടന്നിട്ടില്ല. കാര്യം ഇദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്, ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ സാധാരണഗതിയിലുള്ള RDX പോലുള്ള സാധനങ്ങൾക്കാണെങ്കിൽ ബാറ്ററി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മളിവിടെ കാണേണ്ടതാണ്. ബാറ്ററി ഉപയോഗിക്കുന്ന സ്പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അവർ കണ്ടുപിടിച്ചേക്കുന്നത് ട്രൈ അസറ്റോൺ ട്രൈ പെറോക്സൈഡ് എന്ന് പറയുന്ന TATP എന്ന് പറയുന്ന ഒരു സ്ഫോടക വസ്തുവാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളുടെ ബലമായിട്ടുള്ള സംശയം. ഇത് 2015, 16, 17 കാലഘട്ടങ്ങളിൽ യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും മാഞ്ചസ്റ്ററിലും ബ്രസൽസിലും പാരീസിലുമൊക്കെ സ്ഫോടനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് TATP. TATPയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് തന്നെ ഇത് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് ഇതിനെ വളരെ മാരകമാക്കുന്നതും അപ്രതീക്ഷിതമായ സ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നതും. സാധാരണഗതിയിൽ ഡിറ്റനേറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, അത് ഡിറ്റനേറ്റർ ഉണ്ടെങ്കിലും കത്തും, പക്ഷേ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഈ TATP, അതുകൊണ്ട് ഇതിനെ അറിയപ്പെടുന്ന മദർ ഓഫ് സാത്താൻ എന്നാണ് ഈ സ്ഫോടക വസ്തുവിനെ അറിയപ്പെടുന്നത്. മദർ ഓഫ് സാത്താൻ. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത, ഈ ഇന്ത്യ നമ്മൾ സാധാരണഗതിയിൽ കണ്ടിരുന്ന ഒരു ത്രെട്ട് പാകിസ്ഥാൻ അധിഷ്ഠിത ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ അങ്ങനെയുള്ള ഏജൻസികളെയാണ് നമ്മൾ ഇന്ത്യയിൽ ഇത്രയും കാലം നമ്മൾ നേരിട്ടുകൊണ്ടിരുന്നത്. ISൻ്റെ ഒരു സാന്നിധ്യം ഈ കോവിഡിൻ്റെ ആ സമയം ആയപ്പോഴത്തേക്ക് ISൻ്റെ സാന്നിധ്യം പല രാജ്യങ്ങളിൽ നിന്നും കുറഞ്ഞു വന്നായിരുന്നു. ഇപ്പോൾ ഏകദേശം ചില രാജ്യങ്ങളിലോട്ട് മാത്രമായിട്ട് ISൻ്റെ സാന്നിധ്യം കുറയുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ISൻ്റെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്നുള്ള സംശയം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇവർ ഇത്രയും ആക്റ്റീവ് ആവും എന്നുള്ള ഒരു പ്രതീക്ഷ ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസികൾ ഒരിക്കലും വച്ച് പുലർത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന രീതികൾ, ഇപ്പോൾ ആവണക്കെണ്ണയിൽ നിന്ന് അവർ മാരകമായിട്ടുള്ള വിഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ TATP എന്ന് പറഞ്ഞ സ്ഫോടക വസ്തു, ഇതെല്ലാം ISൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന പ്രസൻസിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ട് നമുക്ക് കാണണം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ത്രെട്ട് പാകിസ്ഥാൻ മാത്രമല്ല, നമ്മൾ പാകിസ്ഥാൻ്റെ കൂടെ അല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത് IS എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്രീയ ഭീകരവാദ സംഘടനയുടെ ഒരു പ്രസൻസ് ഇപ്പോഴേ നമുക്ക് സ്മെല്ല് ചെയ്യാം. ഈ ഒരു രാസവസ്തുവിൻ്റെ പ്രസൻസ് കാണിക്കുന്നത് അവരുടെ കയ്യിലുള്ള അവരുടെ ഒരു ഉത്തരവാദിത്വം ഇതിനകത്ത് കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇസ്ലാമിക് സ്റ്റേറ്റിനെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ എതിർപക്ഷത്ത് കണ്ടിട്ട് ഉള്ള പ്രവർത്തനത്തിലോട്ട് ഇന്ത്യ പോയില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അടികൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും. അല്ല, ഇത് പുതിയ തരം സ്ഫോടക വസ്തുക്കളല്ലേ ഉപയോഗിക്കുന്നത്? അപ്പോൾ അത് നിർവീര്യമാക്കാനും അത്തരത്തിലുള്ള ഇത് ഈ സ്ഫോടക വസ്തുക്കൾ മറ്റ് സ്ഫോടക വസ്തുക്കൾ പോലെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തും ഇത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റ് സ്ഫോടക ഒരു നിശ്ചിത സമയം ഒരു ടൈമർ കൊടുക്കുക, എന്നിട്ട് ഒരു ഇഗ്നേഷൻ കൊടുക്കണം, തീ കത്തിച്ചു കൊടുക്കണമല്ലോ. സാധാരണ ഒരു പടക്കത്തിന് തീ കത്തിച്ചു കൊടുക്കാമല്ലോ. പക്ഷേ ചില സ്ഫോടക വസ്തുക്കൾ, ഇപ്പോൾ നമ്മൾ സാധാരണ ഈ വെടിക്കെട്ടിനൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളാണെങ്കിൽ പോലും അത് ഉണക്കാനിടുമ്പോഴത്തേക്ക് അത് പൊട്ടിത്തെറിക്കുന്ന ഒരവസരം കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ആ വസ്തുക്കളിലും ഒരു പ്രത്യേക താപനില ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് തീ പിടിക്കാനും പൊട്ടിത്തെറിക്കാനുമുള്ള ഒരു പ്രവണത ഉള്ള വസ്തുക്കളുടെ ഒരു ഗ്രൂപ്പിലായിരിക്കണം ഇത് ഈ പുതിയ ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ കാണുന്നത്. കാര്യം ഇന്ത്യക്കാണ് ഇത് പുതിയത്. 2015, 16, 17 ഒക്കെ ഇത് യൂറോപ്പിൽ പല ഭാഗത്തും ഈ കെമിക്കൽ ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് ഉപയോഗിച്ചിരുന്നു. അതെ, 2015, 2016, 17 മാഞ്ചസ്റ്ററിലും പാരീസിലും ഒക്കെ നടന്ന സ്ഫോടനങ്ങളിൽ ഈ TATP ഉപയോഗിച്ചിട്ടുണ്ട്.
അത് അത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ളത് കൂടിയാണല്ലേ? അല്ല, അതിൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ഇഗ്നീഷൻ വേണ്ട എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജാണ്. പവർഫുള്ളുമാണ്, പക്ഷേ ഇഗ്നീഷൻ വേണ്ട എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജാണ്. അതായത് ഒരു ബാറ്ററി കാര്യം ഇവിടെ നമ്മൾ സാധാരണ ഒരു വളം പോലെ വെറും ഒരു പൊടി മാത്രമായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ പൊടി മാത്രമായിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇതൊരു എക്സ്പ്ലോഷൻ നമ്മൾ പ്രതീക്ഷിക്കില്ല. കാര്യം എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും സിനിമയിലൊക്കെ കാണുന്ന മാതിരി ഒരു ടൈമർ, ഒരു ബാറ്ററി, ഒരു റിലേ സ്വിച്ച്, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഇതൊരു അതൊരു മൊഡ്യൂളാണത്, ഇഗ്നീഷൻ മൊഡ്യൂളാണത്. ആ ഇഗ്നീഷൻ മൊഡ്യൂളിൻ്റെ ഇന്ധനമായിട്ടാണ് ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇഗ്നീഷൻ മൊഡ്യൂളിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ കാറിൽ സൂക്ഷിച്ചിരുന്ന ഈ സ്ഫോടക വസ്തു കാറിൻ്റെ ടെമ്പറേച്ചർ ഓടിച്ചപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ വർദ്ധിച്ചത് കൊണ്ടായിരിക്കാം ഇത് പൊട്ടിത്തെറിച്ചത് എന്നുള്ളൊരു അനുമാനം നമുക്കിവിടെ കൊടുക്കാം. അല്ല, ഇതിനകത്ത് ഇതുപോലെ ഈ തടയഞ്ഞു നിർത്താനായിട്ട് ഇത്തരത്തിലുള്ളതിനെ ഏത് തരത്തിലാണ് സാധിക്കുന്നതെന്നുള്ളതാണ്. ഇല്ല, ഇത് എനിക്ക് തോന്നുന്നത് ഇവർ സാധാരണ കെമിക്കൽ വളങ്ങളിൽ നിന്നാണ് ഈ സ്ഫോടക വസ്തു അവർ ഡിറൈവ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസവും എക്യുപ്മെൻസും ഇവരിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നിരന്തരമായിട്ടുള്ള റെയ്ഡുകളും ഈ സംശയാസ്പദമായിട്ടുള്ള വ്യക്തികളെ നമ്മൾ സ്ക്രീൻ ചെയ്യുന്ന കാര്യം, ഇത്രയും വളം അവർ ഒരു ഫാം ഹൗസിനെന്നും പറഞ്ഞുകൊണ്ടാണ് 2000 കിലോ അല്ലെങ്കിൽ 4000 കിലോ വളം അവർ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ആ 4000 കിലോ വളം പോകുമ്പോഴത്തേക്ക് തന്നെ അത് എന്തിനു പോകുന്നു എന്നുള്ളത് നമ്മൾ വിജിലൻ്റായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം വളം വയ്ക്കുന്ന ആൾക്ക് ഇത്രയും വിവരം വേണമെന്നില്ലല്ലോ. വെറുതെ വളം വയ്ക്കുന്ന ഒരാൾക്ക് കച്ചവടം നടക്കുക, കൂടുതൽ കിട്ടുകയാണെങ്കിൽ കൂടുതൽ പൈസ കിട്ടി, ഇതാണ് അയാൾ നോക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ഒരു ത്രെട്ട് ഉണ്ടെന്നുള്ള കാര്യം സെക്യൂരിറ്റി ഏജൻസീസിനെ അറിയിക്കേണ്ട ഒരു ചുമതല ഇത് വിൽക്കുന്നവർക്ക് ഉണ്ട്. ഇപ്പോൾ സ്ഫോടക വസ്തുക്കൾക്ക് ലൈസൻസ് എടുക്കുന്നത് പോലെ വളം വിൽക്കുന്നവർക്ക് ലൈസൻസ് ഉണ്ട്. പക്ഷേ അവരെ നമ്മൾ ഈ ഒരു രീതിയിൽ ഇത്രയും ഭീകരമായിട്ടൊരു ആക്രമണത്തിന് കാരണമാകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇനി നമ്മൾ ഒരുപാട് വിജിലൻ്റ് ആവേണ്ട ആൾക്കാർ, നമ്മൾ ഓരോരുത്തരും ഓരോ പൗരന്മാരും വിജിലൻ്റ് ആവേണ്ട ഒരു സമയം ആയിക്കഴിഞ്ഞു എന്നാണ് നമ്മളിത് കാണിക്കുന്നത്. അല്ല, ഇവരെല്ലാം ആൾക്കൂട്ടമാണല്ലോ ലക്ഷ്യം വെച്ചതും തന്നെ. ഇതെല്ലാം ആൾക്കൂട്ടത്തെയാണ് ലക്ഷ്യം വെച്ചത്. അല്ല, അവർ ആൾക്കൂട്ടത്തെ ലക്ഷ്യം വെച്ചാണ് അവർ പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ ബോംബെയിൽ, ഈ ഡൽഹിയിൽ നടന്ന റെഡ് ഫോർട്ടിൽ നടന്ന ഒരു സ്ഫോടനം അവർ പ്ലാൻ ചെയ്ത ഒരു സ്ഫോടനമല്ല. അവർ ഈ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ചൂടിൻ്റെ ഇതുകൊണ്ട് പറ്റിപ്പോയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ക്യാബിനറ്റ് ഇതിനെ ഒരു ടെറർ ഇൻസിഡന്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ടെറർ അറ്റാക്ക് അല്ല, ഒരു ടെറർ ഇൻസിഡന്റ് എന്നുള്ള വാക്ക് തന്നെയാണ് അവരോട് ഉപയോഗിച്ചത്. അപ്പൊ ഇതെവിടോ ഉന്നം വെച്ചിരുന്നു എന്നുള്ളതാണ്. ഉന്നം വെച്ചിരുന്നത് വേറൊന്നാണ്. പക്ഷെ ഈ കാറിനകത്ത് ഒരു ഡിറ്റനേറ്റർ ഇല്ലാതെ, അയാളുടെ ഒരു ആത്മഹത്യാ സ്ക്വാഡ് ഇല്ലാതെ എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു കുഴക്കുന്ന ചോദ്യമായിരുന്നു സെക്യൂരിറ്റി ഏജൻസീസിന് ഇതുവരെയും നേരിടേണ്ടി വന്നത്. ഇപ്പോൾ അവർക്ക് അതിന് ഉത്തരമായി. TATP ആണ്, മദർ ഓഫ് സാത്താനാണ് ഇവർ കടത്തിക്കൊണ്ടിരുന്ന എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പം കസ്റ്റഡിയിലുള്ള ഡോക്ടർമാരൊക്കെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അവർക്കും ഇതിനെ പറ്റിയിട്ട് അധികം ജ്ഞാനം ഉണ്ടാവാൻ സാധ്യത. ഇതിൻ്റെ ISൻ്റെ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ പുറകെ ഉണ്ടാവും. അവരുടേതായിട്ടുള്ള ടെക്നോളജിയും അവരുടേതായിട്ടുള്ള ഇത് വേർതിരിക്കാനുള്ള റൈസിൻ പോലെ ഇത് വേർതിരിക്കാനുള്ള ആ എക്യുപ്മെൻസും മറ്റ് ടെക്നോളജി എല്ലാം അവരുടെ കയ്യിലുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.